നമസ്കാരം. കുഴിച്ചുമൂടിയ സത്യങ്ങൾ തേടി ധർമ്മസ്ഥലയിൽ അന്വേഷണ സംഘം തുടരുമ്പോൾ ഇങ്ങ് ചേർത്തലയിൽ സൈക്കോ കില്ലർ സെബാസ്റ്റ്യൻ ഇപ്പോഴും പലതും ഒളിക്കുകയാണ്. ആരെയും കയറ്റാത്ത വീടും പുരയിടവും പൂട്ടിയിട്ട ജനാലകളും വാതിലുകളുമായി നിഗൂഢതകൾ നിറഞ്ഞ വീട്. കാണാതായ സ്ത്രീകളെ സെബാസ്റ്റ്യൻ കൊന്നു കുഴിച്ചുമൂടിയോ എന്നറിയാൻ അന്വേഷണ സംഘം തലങ്ങും വിലങ്ങും ചോദിച്ചിട്ടും പൂർണ്ണമായി അയാൾ മനസ്സ് തുറന്നിട്ടില്ല. കൊടും ക്രൂരനായ സൈക്കോയെക്കുറിച്ച് നാട്ടുകാർക്ക് പറയാനുമേറെയുണ്ട്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ. സ്വാഗതം. ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകങ്ങളിൽ നിർണായക നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. നവവധൂവരന്മാരെ കൊലപ്പെടുത്തി ആ മൃതദേഹങ്ങൾ ക്ഷേത്രഭൂമിയിൽ കുഴിച്ചിട്ടുവെന്ന ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെ തുടർന്ന് ബാഹുബലി ബെട്ടയിൽ പരിശോധന നടത്തിയവർ. രഹസ്യ സ്വഭാവത്തിലുള്ള പരിശോധനയിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ എന്നതിൽ സ്ഥിരീകരണമില്ല. ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലത്ത് JCB ഉപയോഗിച്ചായിരുന്നു അന്വേഷണ സംഘത്തിന്റെ തെരച്ചിൽ. ധർമ്മസ്ഥലയിൽ SITയുടെ അപ്രതീക്ഷിത നീക്കം. മൃതദേഹാവശിഷ്ടങ്ങൾ തേടി പ്രത്യേക അന്വേഷണ സംഘം ക്ഷേത്രഭൂമിയിൽ കടന്നു. ബാഹുബലി ബെട്ടയിലായിരുന്നു പരിശോധന. 2015 മധുവിധു ആഘോഷിക്കാനെത്തിയ വധൂവരന്മാരെ കൊലപ്പെടുത്തി മൃതദേഹങ്ങൾ അടക്കം ചെയ്തുവെന്ന് ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയ ഇടത്തായിരുന്നു പരിശോധന. വധുവിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്താണ് കൊലപ്പെടുത്തിയത് എന്നാണ് മൊഴി. 1:30യോടെയാണ് സംഘം സർവ്വസന്നാഹവുമായി ക്ഷേത്രഭൂമിയിൽ പരിശോധനയ്ക്കായി എത്തിയത്. ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയിടത്ത് JCB ഉപയോഗിച്ചായിരുന്നു തിരച്ചിൽ. രഹസ്യ സ്വഭാവത്തിലായിരുന്നു ഇന്നത്തെയും പരിശോധന. ഇവിടെ നിന്ന് എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചോ എന്നതിൽ സ്ഥിരീകരണമില്ല. SITയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പരിശോധനയ്ക്കായി സ്ഥലത്തെത്തിയിരുന്നു. കല്ലേരി പെട്രോൾ പമ്പിന് സമീപം ബോളിയൂരിൽ പരിശോധന നടത്തുമെന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ അപ്രതീക്ഷിതമായാണ് സംഘം ക്ഷേത്രഭൂമിയിലേക്ക് കടന്നത്. ഇതിനിടയിൽ ശുചീകരണ തൊഴിലാളി മൃതദേഹം സംസ്കരിക്കുന്നത് കണ്ടെന്ന വെളിപ്പെടുത്തലുമായി ഒരു സ്ത്രീ രംഗത്തെത്തി. തന്റെ വീടിനു സമീപമാണ് മൃതദേഹം കുഴിച്ചിട്ടതെന്നിവർ SITക്ക് മൊഴി നൽകി. മൃതദേഹം സംസ്കരിച്ചതിനു ശേഷം കുടിക്കാനും തൂമ്പ കഴുകാനും വെള്ളം ചോദിച്ചുവെന്നും മൊഴിയുണ്ട്. ഇതിന് സമീപത്തായിരുന്നു കഴിഞ്ഞ ദിവസത്തെ തിരച്ചിൽ. ഇതിനിടയിൽ ധർമ്മസ്ഥല കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് SITക്ക് പ്രത്യേക അധികാരം നൽകി സർക്കാർ. പോലീസ് സ്റ്റേഷൻ പദവി നൽകി ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. വിചാരണ വേളയിൽ നിയമക്കുരുക്കുൾപ്പെടെ ഒഴിവാക്കാനാണ് നിർണായക തീരുമാനം. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് SIT ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. അടയാളപ്പെടുത്താത്ത വനത്തിനകത്ത് പോയിന്റ് 11A നിന്നാണ് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഒരു മനുഷ്യന്റെ പൂർണ്ണ അസ്ഥികൂടം, തലയോട്ടി, 60ഓളം അസ്ഥികൾ എന്നിവയാണ് ഇവിടെ നിന്നും കണ്ടെത്തിയത്. 6ാം പോയിന്റിൽ നിന്ന് ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടവും കണ്ടെത്തിയിരുന്നു. ഇതു സംബന്ധിച്ച് SITയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ച് അവസാന ഘട്ടത്തിൽ മാത്രമേ അന്വേഷണത്തിലെ കണ്ടെത്തൽ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടൂ. നിലവിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചു. ധർമ്മസ്ഥലയിൽ നിന്ന് ക്യാമറമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം KV ബൈജു, ന്യൂസ് 18. രാജ്യം മുഴുവൻ ധർമ്മസ്ഥലയെക്കുറിച്ചുള്ള ഞെട്ടലിലാണെങ്കിൽ കേരളം ഞെട്ടിത്തെറിച്ചിരിക്കുന്നത് ആലപ്പുഴയിലെ തിരോധാന കേസുകളിലാണ്. അവിടെ പ്രതി സെബാസ്റ്റ്യനെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരികയാണ്. സെബാസ്റ്റ്യന്റെ വീടും പുരയിടവും നേരത്തെയും ദുരൂഹത നിറഞ്ഞതാണെന്ന് 12 വർഷം മുൻപ് ഒപ്പമുണ്ടായിരുന്ന പള്ളിപ്പുറം സ്വദേശി കണ്ണൻ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. വീടിനുള്ളിലേക്ക് സെബാസ്റ്റ്യൻ ആരെയും പ്രവേശിപ്പിക്കാറില്ല. ജനലോ വാതിലുകളോ തുറക്കാറില്ല. ദിവസം മുഴുവൻ കൂടെ സഞ്ചരിക്കുമ്പോഴും വീടിന്റെ കോമ്പൗണ്ടിലെത്തിയാൽ പുറത്തു നിർത്തുമെന്നും
ഉടൻ ഗേറ്റ് താഴിട്ട് പൂട്ടുമെന്നുമാണ് വെളിപ്പെടുത്തൽ. എത്ര മദ്യപിച്ചാലും ബോധരഹിതനാകാത്ത സെബാസ്റ്റ്യൻ ആരോഗ്യമില്ലാത്ത ആളെ പോലെ അഭിനയിക്കുന്നതാണെന്നും കണ്ണൻ പറയുന്നു. ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യൻ അപായപ്പെടുത്തിയിട്ടുണ്ടാകാമെന്നാണ് കണ്ണൻ വിശ്വസിക്കുന്നത്. കാലയളവിലാണ് ബിന്ദു പത്മനാഭന്റെ ഇടപ്പള്ളിയിലടക്കമുള്ള 3 ഏക്കറോളം സ്ഥലം സെബാസ്റ്റ്യൻ വിൽക്കുന്നത്. ആ കാലഘട്ടത്തിൽ സെബാസ്റ്റ്യൻ എന്തായിരുന്നു? അന്ന് സെബാസ്റ്റ്യനോടൊപ്പം ഒരാഴ്ചയോളം വാഹനം ഓടിക്കാനായി ഉണ്ടായിരുന്ന കണ്ണനാണ് നമ്മളോട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കണ്ണൻ, സെബാസ്റ്റ്യനിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഷീജ എന്ന് പറഞ്ഞ സ്ത്രീ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ പോലെ ഈ പുള്ളി നല്ല റിയൽ എസ്റ്റേറ്റിൻ്റെ ഇതൊക്കെയാണ്, അങ്ങനെ ഇടപ്പള്ളി ഒത്തിരി 1.5 കോടി ഒരു സ്ഥലം പറ്റുമെന്നൊക്കെ പറഞ്ഞത് ഈ ശ്രീജ പറയുന്നുണ്ട്. അവരുടെ സ്ഥലം എവിടെയാ? അവർ പള്ളിപ്പുറത്ത് തന്നെ. അവർക്ക് സെബാസ്റ്റ്യനുമായിട്ട് നല്ല പരിചയമുണ്ട്. സെബാസ്റ്റ്യൻ ഇവിടെ വരാറുള്ളതാണ്. അവിടെ വരാറുണ്ട്. അപ്പം എന്നോടത്ത് പറഞ്ഞു ഇങ്ങനെ അവിടെ പ്രോപ്പർട്ടി ഇടപ്പള്ളി വിറ്റു എന്ന് പറഞ്ഞു. അത് സെബാസ്റ്റ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഇവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതായത് കണ്ണൻ കാണുന്ന അല്ലെങ്കിൽ കണ്ണൻ മനസ്സിലാക്കുന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ ആ സ്ഥലം വിറ്റ് കയ്യിലുണ്ടെന്ന് ഈ സെബാസ്റ്റ്യന്റെ അടുത്ത സുഹൃത്തായ ഷീജ പറഞ്ഞ് അറിയുന്ന സെബാസ്റ്റ്യനാണ്. കണ്ണൻ കണ്ട സെബാസ്റ്റ്യൻ എന്താണ്? കണ്ടപ്പോ ഒത്തിരി പുള്ളി എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നതായിട്ട് തോന്നി. ഒത്തിരി ഹൈഡ് ചെയ്ത് 2013 ആ കാലഘട്ടത്തിൽ ഒത്തിരി ഹൈഡ് ചെയ്ത് നിൽക്കുന്നതായിട്ട് തോന്നി. പിന്നെ എപ്പോഴും മദ്യപിക്കുന്നതായിട്ടുള്ള ആളാണ്. എങ്ങനെയാ ഇയാളുടെ കൂടെ ഒരു ദിവസം പോയാൽ എങ്ങനെയാണ്? ഫുൾ ടൈം മദ്യപാനമാണ് പുള്ളിയുടെ മെയിൻ പരിപാടി. മദ്യപിച്ച് ഇങ്ങനെ നടക്കുക എന്നൊരു മൈൻഡാണ്. പിന്നെ പുള്ളിയുടെ സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ പോകും. അവിടെ പോയി അവിടെ നിന്ന് അവരെ കൂടെ നിന്ന് മദ്യപിക്കും. ആ സമയത്ത് ഞാൻ മദ്യപിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ലായിരുന്നു. ഞാൻ മദ്യപിച്ചിട്ടുമില്ല. അന്ന് നിങ്ങള് കണ്ണന്റെ കൂടെ വേറെ സുഹൃത്തും ഉണ്ടായിരുന്നല്ലേ? അത് ശരത് കൃഷ്ണൻ പറഞ്ഞ എന്റെ സുഹൃത്തായിരുന്നു. ശരിക്കും നിങ്ങൾ ഇയാളിൽ നിന്ന് റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ സ്ഥാപിക്കാന്നുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ അടുത്തേക്ക്. അന്ന് എത്ര വയസ്സുണ്ട് പ്രായം? ഒരു 25 ഒക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ലക്ഷ്യത്തിൽ പോകുന്നതാണ്. നിങ്ങൾ ഉദ്ദേശിച്ച ആളെ അല്ലായിരുന്നു അയാളല്ലേ? പക്ഷെ അത് നമുക്ക് അന്ന് അറിയില്ലായിരുന്നു. ഇത്രയും വലിയ ക്രിമിനലാണെന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഒത്തിരി ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോഴും അയാൾ എപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും ആ ഗേറ്റ് പൂട്ടിയിട്ട് താഴിട്ട് പൂട്ടിയിട്ട് ഇറങ്ങുള്ളായിരുന്നു. അതായത് പള്ളിപ്പുറത്തെ വീട് പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇയാൾ എപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും താഴിട്ട് പൂട്ടി ഇറങ്ങുള്ളൂ. അങ്ങനത്തെ ഒരു സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ആ വീട്ടിൽ ആളുണ്ടെങ്കിലോ? ഒരു ദിവസം ചിലപ്പോഴേക്ക് പുള്ളിയുടെ വൈഫ് ഉണ്ടായിരുന്നു. അപ്പൊ എങ്കിലും ഞാൻ ആ വീടിനകത്തൊന്നും കയറിയിട്ടില്ല. അകത്ത് ആരെയും കയറത്തില്ല പുള്ളി. അപ്പൊ വൈഫ് ഉണ്ടെങ്കിൽ പോലും പുള്ളി പുറത്തുനിന്ന് ഇങ്ങനെ ലോക്ക് ചെയ്ത് പോകുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതായത് ഭാര്യ വീടിനകത്തുള്ളപ്പോഴും പുറത്തുനിന്ന് ഗേറ്റ് പൂട്ടിയിട്ടാണ് പുള്ളി പോകുന്നത്. കോമ്പൗണ്ടിൽ ആളുകൾ കിടക്കുന്നതിൽ ഭയപ്പെട്ടിരുന്നു. പക്ഷെ അത് അന്ന് നമുക്ക് സംശയമില്ലല്ലോ. നമ്മുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ഇത് എന്ത് എന്നൊരു ചിന്ത വന്നു അല്ലെ, അസ്വാഭാവികമായിട്ട്. പക്ഷെ പുള്ളി പെരുമാറ്റത്തിലൊക്കെ ഒത്തിരി പുള്ളി നമ്മളെ ഭയപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്തു. ഞങ്ങൾ ചെറുപ്പക്കാര്, ഞങ്ങൾ പോലീസുകാരാണോ എന്നൊക്കെ പുള്ളി ഒത്തിരി ഭയപ്പെട്ടതായിട്ട് എനിക്കും എന്റെ ഫ്രണ്ടായ ശരത്കൃഷ്ണനും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഫുൾ ടൈം മദ്യപിക്കുമ്പോഴും മദ്യപിച്ച അയാൾക്ക് ഒരു ബോധരഹിതരാകുന്ന സാഹചര്യം അങ്ങനെ ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ കാണുന്ന സമയത്തൊന്നും ഒരിക്കലും അയാള് അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നാൽ ദിവസം മുഴുവൻ മദ്യപിക്കുന്നവരാണ്. ദിവസം മൊത്തം മദ്യപിക്കും. പക്ഷെ ഒരു ബോധം കിടി അങ്ങനെയൊന്നും ഇല്ല പുള്ളിക്ക്. കാരണം നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അതായത് ഈ സെബാസ്റ്റ്യനെ കാണുമ്പോൾ സെബാസ്റ്റ്യൻ ഒരു മദ്യപിച്ച് പ്രായമുള്ള ഒരാളായി നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും അയാൾ നടിക്കുന്നതാണെന്ന് തോന്നിയില്ലേ? അയാളെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും നമുക്ക് തോന്നുന്ന വെച്ചാൽ ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആളായിട്ട് തോന്നും. പക്ഷെ ആക്ച്വലി പുള്ളി നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളാണ്. സൗഹൃദമായോ നിങ്ങളുമായിട്ട്? സൗഹൃദമായെങ്കിലും ഞങ്ങൾ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് പുള്ളി കീപ്പ് ചെയ്തായിരുന്നു. കാരണം പുള്ളി ഭയപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും പുള്ളി ഒത്തിരി ഭയപ്പെടുന്നതായിട്ട് എനിക്കും എന്റെ ഫ്രണ്ടായ ശരത്കൃഷ്ണനും ഫീൽ ചെയ്തായിരുന്നു. അങ്ങനെ പുള്ളി നമ്മളോട് പറയും ചെയ്ത് പുള്ളിയുടെ ഞങ്ങളുടെ ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ DSP ആയിട്ടാണെന്നൊക്കെ പറഞ്ഞ് എന്റെ ബന്ധം DSP ആയിട്ടാണ് അങ്ങനെയൊക്കെ പുള്ളി അന്ന് പറഞ്ഞായിരുന്നു. അയാൾക്ക് നല്ല പൈസ ഉണ്ടായിരുന്നു. എപ്പോഴും ക്യാഷ് എടുത്ത് ഒത്തിരി ചെലവാക്കും. ക്യാഷ് ആയിട്ടാണ് പുള്ളി ചെലവാക്കുന്നത്. അതായത് ഒത്തിരി പൈസ ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണ്? പൈസയുടെ കയ്യിൽ കരുതുന്ന പൈസയുടെ അളവാണോ? കൈ കരുതിയ പൈസ അങ്ങനെയാണ് പുള്ളി അന്ന് ചെലവാക്കിക്കൊണ്ടിരുന്നത്. കണ്ണ് ഇപ്പൊ എന്ത് തോന്നുന്നു? ഈ ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചായി തോന്നുന്നുണ്ടോ? എന്റെ ഒരു കാഴ്ചപ്പാടി ഒരുപക്ഷെ അവര് ജീവനോടെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ കാണാൻ പറഞ്ഞൊരു കാര്യം വളരെ എനിക്ക് ശ്രദ്ധയായിട്ട് തോന്നി. അതായത് വീടിന്റെ കോമ്പൗണ്ടിലേക്ക് എത്തിയാൽ ആരെയും വീട്ടിൽ പ്രവേശിപ്പിക്കത്തില്ല. അന്നും 2013 ആരെയും വീട്ടിൽ കയറ്റത്തില്ല. ഭാര്യ സ്ഥിരം അവിടെ ഉണ്ടായിരുന്നില്ല. ഇല്ല, ഭാര്യ ഞാൻ ഒരു ഭാഷ കണ്ടുള്ളൂ. ആ കണ്ട സമയത്ത് അവര് അകത്തുണ്ടെങ്കിലും പുറത്തുനിന്ന് ഗേറ്റ് പൂട്ടി പോയി. പക്ഷെ എങ്കിലും നമുക്ക് സംശയമില്ലല്ലോ, ഇങ്ങനെ ഇത്രയും വലിയ ഒരു ക്രിമിനൽ ആണെന്നോ ഈ പുള്ളി ഒരു സൈക്കോ ആണെന്നോ നമുക്ക് അറിയില്ല.
അല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് പക്ഷെ വീടിന്റെ അകത്തോട്ട് എന്നെ ഇതുവരെ കയറ്റിയിട്ടില്ല. കേട്ടിട്ടില്ല. സെബാസ്റ്റ്യൻ നിങ്ങളോട് പുറത്തേക്കാൻ പറയുമോ? നമ്മൾ ആരെയും പുള്ളി വീട്ടിനകത്ത് കയറ്റത്തില്ല. അപ്പോൾ വീടിന്റെ അകത്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ പറയുക, നമ്മൾ സാധാരണ വീടൊക്കെ തുറന്നും ജനലുകളൊക്കെ തുറന്നും അങ്ങനെയാണ്. ഇതെന്താ അടച്ചാണോ കിടക്കുന്നത്? ഫുൾ ടൈം ആ വീടിന്റെ ഒരു ജനൽ പോലും തുറക്കത്തില്ല. പിന്നീട് ഇയാളെ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ല, അന്നത്തെ ആ ഒരു 2013 കാലഘട്ടത്തിൽ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ഇതിനു ശേഷം പുള്ളിനെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ഈ ചാനലിലൂടെ ഈ സംഭവം അറിയുമ്പോഴേക്കാണ് എനിക്ക് ഇയാളുടെ ഫുൾ ഇത് മനസ്സിലായത്. ഏറ്റവും ഒടുവിലായി നിങ്ങൾ പറഞ്ഞു എന്തുകൊണ്ടാണ് പുള്ളി അന്ന് ഭയപ്പെട്ടതെന്നും എനിക്കിപ്പോൾ മനസ്സിലായി. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവർ ഓരോരുത്തരും പറയുന്നത്. എന്തായിരുന്നു 2013 കാലഘട്ടത്തിലെ സെബാസ്റ്റ്യൻ എന്നുള്ളത് വളരെ കൃത്യമായി ഈ കണ്ണന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഒപ്പം തന്നെ ആ വീടിന്റെ ദുരൂഹത എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൊടും ക്രൂരനായ സൈക്കോ കില്ലർ സെബാസ്റ്റ്യനിൽ നിന്ന് തെളിവുകൾ കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഇപ്പോഴും പലതും ഒളിപ്പിച്ച് അന്വേഷണ സംഘത്തോട് നിസ്സഹകരണം തുടരുകയാണ് പ്രതി. ജൈനമ്മ തിരോധാന കേസിൽ സെബാസ്റ്റ്യനുമായി ചേർത്തല നഗരത്തിൽ സംഘം തെളിവെടുപ്പ് നടത്തി. മനോരമ കവലയിലെ വൈറ്റ് മാർട്ട് എന്ന ഗൃഹോപകരണശാലയിൽ എത്തിയായിരുന്നു ഇന്നത്തെ തെളിവെടുപ്പ്. ജൈനമ്മയുടെ സ്വർണം വിറ്റ തുക സെബാസ്റ്റ്യൻ ഗൃഹോപകരണങ്ങൾ വാങ്ങാനായി ഉപയോഗിച്ചുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ജൈനമ്മയുടെ സ്വർണം വിറ്റ് കിട്ടിയ തുകയിൽ ഒരു ഭാഗം വീട്ടിലേക്ക് ഫ്രിഡ്ജ് വാങ്ങാനായി ഉപയോഗിച്ചുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കുന്നത്ത് ജുവലറിയിൽ സ്വർണം ആദ്യം മറ്റൊരാൾ വഴി പണയം വെക്കുകയും പിന്നീട് അവിടെ നിന്നെടുത്ത ചേർത്തല ഡിവൈഎസ്പി ഓഫീസിന് എതിർവശത്തുള്ള ജുവലറിയിൽ സെബാസ്റ്റ്യൻ നേരിട്ടെത്തി വിൽക്കുകയുമായിരുന്നു. ഈ പണം ഫ്രിഡ്ജ് വാങ്ങാനായി ഉപയോഗിച്ചു എന്നാണ് കണ്ടെത്തൽ. സെബാസ്റ്റ്യന്റെ ഏറ്റുമാനൂരിലെ വീട്ടിൽ നിന്നും ഈ ഫ്രിഡ്ജ് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഗൃഹോപകരണശാലയിലെ തെളിവെടുപ്പിന് ശേഷം അവിടെ തന്നെ അടുത്തുള്ള മനോരമ കവലയിലെ സെബാസ്റ്റ്യന്റെ സഹോദരന്റെ പുരയിടത്തിലും അന്വേഷണ സംഘം എത്തി. പിന്നീട് കോട്ടയത്തേക്ക് മടങ്ങി. നിരവധി തിരോധാന കേസുകൾ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലും ജൈനമ്മ കേസിൽ മാത്രമാണ് മതിയായ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് ആയിട്ടുള്ളത്. സീരിയൽ കില്ലർ എന്ന കണക്കുകൂട്ടലുള്ള സെബാസ്റ്റ്യനെ പരമാവധി വിവരങ്ങൾ കണ്ടെത്തി പൂട്ടുക എന്ന ലക്ഷ്യമാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത്. ന്യൂസ് 18 ആലപ്പുഴ. കോഴിക്കോട് തടമ്പാട്ടുതാഴത്തെ വയോധിക സഹോദരിമാരുടെ മരണം കൊലപാതകം. ഇരുവരെയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കാരിക്കാക്കുളം ഫ്ലോറിക്കൽ ഹിൽ റോഡിലെ വീട്ടിലാണ് സ്ത്രീകളുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന സഹോദരൻ പ്രമോദിനെ കാണാനില്ല. വെള്ള പുതപ്പിച്ച നിലയിലായിരുന്നു രണ്ട് മൃതദേഹങ്ങളും. കോഴിക്കോട് തടമ്പാട്ടുതാഴം ഫ്ലോറിക്കൻ റോഡിലാണ് വയോധികരായ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൂലക്കണ്ടി സ്വദേശികളായ ശ്രീജയ, പുഷ്പ എന്നിവരെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൂടെ താമസിച്ചിരുന്ന ഇളയ സഹോദരൻ പ്രമോദിനെ കണ്ടെത്താനായില്ല. പുലർച്ചെ 5 മണിയോടെ സഹോദരൻ ഒരു സുഹൃത്തിനെ വിളിച്ച സഹോദരിമാർ മരിച്ച വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് നാട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് 2 മുറികളിലായി മരിച്ച നിലയിൽ വെള്ള പുതച്ച നിലയിൽ സ്ത്രീകളെ കണ്ടെത്തിയത്. മരണവിവരം സുഹൃത്തിനെ വിളിച്ച് അറിയിച്ച പ്രമോദ ഈ സമയം വീട്ടിൽ ഇല്ലായിരുന്നു. ഇയാളെക്കുറിച്ച് വിവരമൊന്നും ലഭിക്കാതെ വന്നതോടെ നാട്ടുകാർ പോലീസിനെ വിളിച്ച വിവരം അറിയിക്കുകയായിരുന്നു. പ്രദീപും ശ്രീജയും പുഷ്പയും കഴിഞ്ഞ 3 വർഷമായി തടമ്പാട്ട് താഴത്തെ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. ശ്രീജയ്ക്കും പുഷ്പലളിതയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഫറോക്ക് പോലീസ് സ്റ്റേഷൻ സമീപത്ത് നിന്ന് പ്രമോദിന്റെ ഫോൺ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയെങ്കിലും ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയ നിലയിലാണ്.
ന്യൂസ് 18 കോഴിക്കോട്. സമൂഹ മാധ്യമങ്ങൾ വഴി തൊഴിൽ തേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. എന്നാൽ ഈ അവസരം മുതലാക്കി തട്ടിപ്പ് സംഘങ്ങളും സജീവമാകുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഡ്രൈവർ ജോലിക്കായി ആളെ ആവശ്യമുണ്ടെന്ന് പരസ്യം നൽകി തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിലായി. പാലക്കാട് ഷൊർണൂർ കവളപ്പാറ സ്വദേശി 27 വയസ്സുള്ള വിഷ്ണുവാണ് കൊല്ലം സിറ്റി സൈബർ പോലീസിന്റെ പിടിയിലായത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമൂഹമാധ്യമങ്ങൾ വഴിയും OLX വഴിയുമായിരുന്നു വിഷ്ണുവിന്റെ തട്ടിപ്പ്. ജോലിക്കായി പരസ്യത്തിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുന്നവരോട് എറണാകുളത്തെ ഓഫീസിൽ നേരിട്ട് ഹാജരാകാൻ പറയും. അല്ലാത്തപക്ഷം ലൈസൻസിന്റെയും ആധാറിന്റെയും കോപ്പി വാട്സപ്പിലൂടെ വാങ്ങും. തുടർന്ന് രജിസ്ട്രേഷനായി 560 രൂപയും കൈക്കലാക്കും. വെരിഫിക്കേഷനായി 1000 രൂപ കൂടി പിന്നീട് ആവശ്യപ്പെടും. ഈ തുകകൾ കയ്യിലെത്തുന്നതോടെ നമ്പർ ബ്ലോക്ക് ചെയ്യും. ഇതോടെ തട്ടിപ്പ് പൂർണ്ണം. പോലീസിന്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്. അങ്ങനെ പോകുന്ന ആൾക്കാരുടെ പ്രത്യേകമായിട്ടുള്ള ഒന്ന് വെരിഫൈ ചെയ്തിട്ട് അതിന്റെ എന്താണ് അതിന്റെ സംഭവം പിന്നിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് അതിന് കേസെടുക്കണം, നടപടിയെടുക്കണം, അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ പോലീസ് മേധാവി മാഡം ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. വ്യാജപരസ്യങ്ങൾ നിരവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്നതിനായി നവമാധ്യമങ്ങൾ പ്രതി ഉപയോഗിച്ചിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ തൊഴിലവസരങ്ങൾ നോക്കുന്ന പേജ് വഴി പ്രതി പ്രസിദ്ധീകരിച്ച പരസ്യം 25 ലക്ഷം പേരാണ് കണ്ടത്. പുതിയ അക്കൗണ്ടും ഫോൺ നമ്പരും എടുത്ത് ഇതേ പരസ്യം നൽകി തട്ടിപ്പ് തുടരുന്നതിനിടയിലാണ് കൊല്ലം സ്വദേശിയുടെ പരാതിയിൽ ഇയാൾ പിടിയിലായത്. പ്രതി 8 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി സൈബർ പോലീസ് കണ്ടെത്തി. തട്ടിപ്പിന്റെ വ്യാപ്തിയെക്കുറിച്ച് കൊല്ലം സിറ്റി സൈബർ പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 കൊല്ലം. ഷെയർ ട്രേഡിംഗിന്റെ മറവിൽ നടന്ന തട്ടിപ്പിനെ കുറിച്ചാണ് ഇനി. കൊല്ലം കിളികൊല്ലൂർ സ്വദേശിയിൽ നിന്നും 1,75 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത സംഘത്തിൽ ഉൾപ്പെട്ട 2 യുവാക്കൾ കൊല്ലം സിറ്റി സൈബർ പോലീസിന്റെ പിടിയിലായി. ഷെയർ ട്രേഡിംഗ് നടത്തിയാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ ലാഭമുണ്ടാക്കാമെന്നും അതിനാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നൽകാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽ അകപ്പെടുത്തുകയായിരുന്നു അവരുടെ രീതി. കണ്ണൂർ സ്വദേശികളായ 40-കാരൻ റയീസ്, 26-കാരൻ നാസിം എന്നിവരാണ് കൊല്ലം സിറ്റി സൈബർ പോലീസിന്റെ പിടിയിലായത്. ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ വ്യാജ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിക്ഷേപമായി പണം സ്വീകരിക്കുകയായിരുന്നു. നിക്ഷേപിക്കുന്നതനുസരിച്ച് ലാഭം വർദ്ധിക്കുന്നതായി ആപ്ലിക്കേഷനിൽ കാണാൻ ഇടയായതോടെ കൊല്ലം സ്വദേശി കൂടുതൽ തുക നിക്ഷേപിച്ചു. ഒടുവിൽ തട്ടിപ്പിനിരയായി. പോലീസിൽ പരാതി നൽകിയതോടെയാണ് തട്ടിപ്പുകാർ പിടിയിലായത്. സഹോദരിയുടെ പേരിലുള്ള സ്വത്തുക്കൾ പണയപ്പെടുത്തിയവരെ യുവാവ് നിക്ഷേപം നടത്തിയതായി പരാതിയിൽ പറയുന്നു. ഒടുവിൽ നിക്ഷേപിച്ച തുകയോ ലാഭവിഹിതമോ പിൻവലിക്കാൻ കഴിയാതെ വന്നതോടെയാണ് കൊല്ലം സിറ്റി സൈബർ പോലീസിനെ സമീപിച്ചത്. 15ഓളം സംസ്ഥാനങ്ങളിലും പ്രതികൾക്കെതിരെ സമാന പരാതികൾ നിലവിലുള്ളതായി പോലീസ് കണ്ടെത്തി. പ്രതികളുടെ തട്ടിപ്പിന്റെ വ്യാപ്തി കൂടുതലായി അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 കൊല്ലം. റാഗിങ്ങിന് ക്രൂരതകളെ കുറിച്ചുള്ള എത്ര വാർത്തകളാണ് അടുത്തിടെ പുറത്തു വന്നത്. റാഗിങ്ങിന് പിന്നാലെ ജീവനൊടുക്കിയ സിദ്ധാർത്ഥനെ പോലെയുള്ള കുട്ടികൾ കേരളത്തിന് ഇന്നും വിങ്ങുന്ന ഓർമ്മയാണ്. ക്യാമ്പസിലെ ഈ കൊടും ക്രൂരതയ്ക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് ഭരണകൂടം ആവർത്തിക്കുമ്പോഴും കുട്ടിക്കുറ്റവാളികൾ പെരുകുകയാണ്. കാസർഗോഡ് ഒരു വിദ്യാർത്ഥി സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ചാണ് ഇനി പോലീസ് പെട്രോൾ പറയുന്നത്. +1കാരനായ സീനിയർ വിദ്യാർത്ഥികളാണ് 10ാം ക്ലാസ്സുകാരനെ ബോധം കെടും വരെ തല്ലിച്ചതച്ചത്. ഹോസ്ദുർഗ് പോലീസ് മർദ്ദനമേറ്റ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. മർദ്ദനമേറ്റ കാഞ്ഞങ്ങാട് ബെല്ല സ്കൂൾ വിദ്യാർത്ഥി ചികിത്സയിലാണ്.
+1 വിദ്യാർത്ഥികളായ 6 പേർ ചേർന്നാണ് 10ാം ക്ലാസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച് വഴിയിൽ തള്ളിയത്. ബോധരഹിതനായ വിദ്യാർത്ഥിയുടെ നാവിന് പരുക്കേറ്റു. തലയ്ക്കും താടിയെല്ലിനും കടുത്ത വേദനയുള്ളതായും കുട്ടി പറഞ്ഞു. നിയമം ലംഘിച്ച് ബല്ല സ്കൂളിലെ +1 വിദ്യാർത്ഥി കാഞ്ഞങ്ങാട്ടെ കളിസ്ഥലത്തേക്ക് ഹെൽമറ്റില്ലാതെ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ പോലീസ് പിടികൂടിയിരുന്നു. ഇതിന് കാരണം 10ാം ക്ലാസ്സുകാരൻ കളിസ്ഥലത്തേക്ക് ക്ഷണിച്ചതെന്ന് ആരോപിച്ചായിരുന്നു ക്രൂരമർദ്ദനം. മർദ്ദനത്തിന് മുൻപ് ഇൻസ്റ്റഗ്രാം വഴി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഞാൻ കുറച്ച് ദിവസം മുമ്പ് കളിക്ക് പോയിട്ടുണ്ടായി, കളി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇവന് കൂടി കളിക്ക് ക്ഷണിച്ചു. അപ്പൊ ഈ കളിക്കുമ്പോ വന്നിട്ടാകുമ്പോ ഞാനല്ല ക്ഷണിച്ചത്. ഇവൻ കളിക്ക് വരുമ്പോ വണ്ടി എടുത്തിട്ടാ വന്നത്. അപ്പൊ ഇവനെ പോലീസ് വിളിച്ചു. അപ്പൊ ഞാനത് ഓനെ ക്ഷണിച്ചത് തെറ്റിദ്ധാരണയില് ഓരെന്നെ വിളിച്ചിട്ട് കുറച്ച് തെറി വിളിക്കാൻ ചെയ്തി. അങ്ങനെ കുറച്ച് ഭീഷണികളുണ്ടായി. അതിന്റെ മുന്നിലാണ് ഈ തല്ല് നടന്നത്. സ്കൂളിന് സമീപത്തുള്ള ഇടവഴിയിൽ വെച്ചായിരുന്നു മർദ്ദനം. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച ഹൊസ്ദുർഗ് പോലീസ് 10ാം ക്ലാസ്സുകാരന്റെ മൊഴി രേഖപ്പെടുത്തി. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കുട്ടിയുടെ രക്ഷിതാക്കളും പറഞ്ഞു. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് 10ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥി നേരിട്ട അതിക്രൂരമായ പീഡനത്തെക്കുറിച്ച് പറയുമ്പോൾ കണ്ണൂരിലും സമാനമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. കടന്നപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി അസൈനാറിനാണ് മർദ്ദനമേറ്റത്. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞായിരുന്നു കുട്ടിയെ തലങ്ങും വിലങ്ങും മർദ്ദിച്ചതെന്ന് പരാതിപ്പെടുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് KSU പ്രവർത്തകനായ അസൈനാറിന് നേരെ ആക്രമണമുണ്ടായത്. ഇന്നലെ രാത്രി 9:30 ചന്തപുരയിൽ വെച്ചാണ് ഒരു സംഘം മർദ്ദിച്ചത്. തലങ്ങും വിലങ്ങും തല്ലിയ ശേഷം സംഘം മടങ്ങിയെന്ന് വിദ്യാർത്ഥി പറയുന്നു. ആക്രമണത്തിന് പിന്നിൽ DYFI എന്നാണ് ആരോപണം. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്തതിന്റെ പേരിൽ DYFI പ്രവർത്തകർ മർദ്ദിച്ചുവെന്നാണ് പരാതി. തല്ലുന്നതിന് മുമ്പ് ഒരു വീട്ടിലേക്ക് വന്നിട്ട് നോമിനേഷൻ കൊടുത്തതിൻ്റെ തല്ലിക്കൊല്ലുന്നെല്ലാം പറഞ്ഞിട്ട് അവർ പോയതാണ്. എന്നാലും അവരോട് പറഞ്ഞു ഞാൻ ഒന്നിനും ഉണ്ടായിട്ടില്ല. എന്നാലും പറഞ്ഞ് അവർ പോയതാണ്, നീ ഒന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് പോയതാണ്. പിറ്റേ ദിവസം ഞാൻ പള്ളിയിൽ പോകുന്ന വഴിക്ക് എന്നെ കോളറും കഴുത്തും പിടിച്ച് വീടിൻ്റെ ബാക്കിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് തല്ലുന്നുണ്ട്. കുറേ സമയം അടിച്ചു, കുറേ സമയം. മർദ്ദനമേറ്റ അസൈനാർ പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ഭീഷണിയുണ്ടായിരുന്നുവെന്ന് വിദ്യാർത്ഥി പറയുന്നു. തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാതെ നോമിനേഷൻ കൊടുത്തതാണ് ആക്രമണത്തിന് പിന്നിൽ. സംഭവത്തിൽ പോലീസ് ഇതുവരെയും ആരെയും കസ്റ്റഡിയിലെടുത്തില്ലെന്നാണ് വിവരം. ന്യൂസ് 18 കണ്ണൂർ. മലപ്പുറം കൊണ്ടോട്ടി കരിപ്പൂരിൽ കാർ ആക്രമിച്ച് 20 ലക്ഷം രൂപ കവർന്ന കേസിൽ 6 പേർ അറസ്റ്റിലായി. കരിപ്പൂർ പോലീസാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികൾ വാടകയ്ക്കെടുത്ത കാറും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. എന്നാൽ കാറിൽ 20 ലക്ഷം എത്തിച്ചതിനെ കുറിച്ചുള്ള സംശയം ഉയരുന്നുണ്ട്. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടുകൂടി ദുരൂഹത നീക്കാമെന്ന വിശ്വാസത്തിലാണ് പോലീസ്. കഴിഞ്ഞ മാസം 16-നാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. നെടുംകളരി എന്ന സ്ഥലത്തിനടുത്ത് വെച്ചാണ് വളാഞ്ചേരി സ്വദേശിയായ മുസ്തഫയും സുഹൃത്തും സഞ്ചരിച്ച ഇന്നോവ കാർ ഒരു സംഘം ആക്രമിച്ചത്. KL 1 തുടങ്ങുന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള നീല സ്വിഫ്റ്റ് കാറിൽ വന്ന സംഘം മുസ്തഫയുടെ കാർ തടഞ്ഞു നിർത്തി. തുടർന്ന് ഒരു വശത്തെ ഗ്ലാസ് അടിച്ചു തകർത്ത കാറിന്റെ ഡാഷ്ബോർഡിൽ സൂക്ഷിച്ചിരുന്ന 20 ലക്ഷം രൂപ കവരുകയായിരുന്നു. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയ പോലീസ് 100-ലേറെ CCTV ദൃശ്യങ്ങളും സംശയിച്ച 30ഓളം ആളുകളുടെ മൊബൈൽ ഫോൺ വിളികളും വിശദമായി പരിശോധിച്ചു. വ്യാജ നമ്പർ പ്ലേറ്റ് ആയിരുന്നു പ്രതികൾ ഉപയോഗിച്ചിരുന്നത്. ഈ കാറിന്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്തുകയും പിന്നാലെ കാർ വാടകയ്ക്കെടുത്ത ആളുകളെ പോലീസ് തിരിച്ചറിയുകയും ചെയ്തു. കാറിന്റെ GPS ഉപയോഗിച്ചാണ് പോലീസ് പ്രതികളെ കണ്ടെത്തിയത്. കരിപ്പൂർ സ്വദേശി വീരാശ്ശേരി വീട്ടിൽ നിസാർ ആണ് പ്രതികൾക്ക് കാർ വാടകയ്ക്ക് നൽകിയത്. മറ്റ് 5 പ്രതികൾ ഗൂഢാലോചന നടത്തുകയും കൃത്യത്തിൽ പങ്കെടുക്കുകയും കവർച്ചയ്ക്ക് സഹായം നൽകുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.
ന്യൂസ് 18 മലപ്പുറം. ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ചാൽ കർശന നടപടിയെന്നാണ് നമ്മുടെ പോലീസ് സംവിധാനം പറയുന്നതെങ്കിലും ഇപ്പോഴും അത്തരം സംഭവങ്ങൾക്ക് ഒരു കുറവുമില്ല. ഏറ്റവും ഒടുവിൽ കോട്ടയത്ത് നിന്നാണ് നമ്മൾ ആ വാർത്ത കേട്ടത്. CMS കോളേജ് പരിസരത്ത് നിന്നും വാഹനവുമായി എത്തിയ വിദ്യാർത്ഥി മറ്റു വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ച് അപകടമുണ്ടാക്കി. ഇപ്പോൾ പുതിയ വാർത്ത വരുന്നത് കൊച്ചിയിൽ നിന്നാണ്. മദ്യലഹരിയിലെത്തിയ യുവാവ് 13 വാഹനങ്ങളിൽ കാർ ഇടിച്ച് കേടുവരുത്തി. സഹോദരിക്കും പെൺസുഹൃത്തിനും ഒപ്പമായിരുന്നു യുവാവിന്റെ ഈ പരാക്രമം. കുണ്ടന്നൂർ ജംഗ്ഷന് സമീപം രാത്രിയോടെയായിരുന്നു യുവാക്കളുടെ അതിക്രമം. കൊല്ലം അഞ്ചൽ സ്വദേശി മഹേഷ് കുമാറാണ് നിർത്തിയിട്ടിരുന്ന 13 വാഹനങ്ങളിലിടിച്ച് കേടുവരുത്തിയത്. സഹോദരിക്കും പെൺസുഹൃത്തിനുമൊപ്പം കൊല്ലത്തേക്കുള്ള യാത്രയിലായിരുന്നു മഹേഷ്. അമിതമായ മദ്യലഹരിയിലായിരുന്ന ഇയാൾ കാറ് മറ്റു വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. അപകടം ഉണ്ടായതിനു പിന്നാലെ മഹേഷിനെ നാട്ടുകാർ തടഞ്ഞുവെച്ച് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഒടുവിൽ മരട് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. മദ്യപിച്ച് വാഹനമോടിച്ചതിനും അപകടമുണ്ടാക്കിയതിനും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സ്റ്റേഷനിൽ ഹാജരാക്കിയ മഹേഷിനെ ജാമ്യത്തിൽ വിട്ടയച്ചു. കാർ ഓടിക്കുന്നതിനിടെ പെൺസുഹൃത്തുമായി തർക്കമുണ്ടാവുകയും അവർ സ്റ്റിയറിംഗ് പിടിച്ചു തിരിച്ചപ്പോൾ നിയന്ത്രണം തെറ്റി അപകടമുണ്ടാവുകയും ചെയ്തു എന്നാണ് ഇയാൾ പറയുന്നത്. ന്യൂസ് 18 കൊച്ചി. മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കുന്നവർ കൂടുകയാണ്. നമ്മുടെ പോലീസ് സംവിധാനം ശക്തമാണെന്നും പരിശോധന കൃത്യമാണെന്നുമൊക്കെ അവകാശപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ പെരുകുന്നത്. രാത്രിയിൽ മാത്രമല്ല, പട്ടാപ്പകലും ലഹരി സംഘങ്ങൾ സംസ്ഥാനത്ത് അഴിഞ്ഞാടുന്നു. ഇടുക്കി മുരിക്കാശ്ശേരിയിൽ നിന്നുള്ള ഒരു വാർത്തയാണിനി. അമിതമായി മദ്യപിച്ച് വാഹനമോടിച്ചയാൾ യുവാവിനെ ഇടിച്ചു തെറിപ്പിച്ചു. പതിനാറാം കണ്ടം പാലത്തും തലയ്ക്കൽ രാജനെയാണ് കാറിടിച്ചു തെറിപ്പിച്ചത്. ചെലച്ചുവട് ഭാഗത്തു നിന്ന് അമിത വേഗത്തിൽ വന്ന സ്വിഫ്റ്റ് കാർ ബൈക്കിൽ വന്ന രാജനെ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ രാജന്റെ 2 കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റു. ഇയാളെ തൊടുപുഴ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡ് വക്കിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിയോട് ചേർന്നാണ് ബൈക്കിൽ കാർ ഇടിച്ചത്. കാർ ഓടിച്ചിരുന്ന CPM നേതാവ് മുരിക്കാശ്ശേരി സ്വദേശി അനീഷ് ചേനക്കരയ്ക്കെതിരെ മുരിക്കാശ്ശേരി പോലീസ് കേസെടുത്തു. ഇയാൾ മദ്യപിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു. മദ്യപിച്ച് അശ്രദ്ധമായി അമിതവേഗത്തിൽ വാഹനമോടിച്ചതിനാണ് അനീഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. എതിർദിശയിൽ നിന്ന് വന്ന മറ്റൊരു ബൈക്ക് യാത്രക്കാരനും അപകടത്തിൽപ്പെട്ടുവെങ്കിലും ഇയാൾക്ക് കാര്യമായി പരിക്കേറ്റില്ല. ന്യൂസ് 18 ഇടുക്കി. ലഹരി ഉപയോഗിച്ച് നാടിന് വിപത്തായി മാറുന്നവരെ കുറിച്ചുള്ള നിരവധി വാർത്തകളാണ് ദിവസേന പുറത്തു വരുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരി സംഘങ്ങൾ കേരളത്തിലേക്ക് ലഹരി കടത്തുന്നത് നിർബാധം തുടരുകയാണ്. ഇടുക്കിയിൽ സ്വകാര്യ ബസ്സിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ച 2 പേരെയാണ് പോലീസ് പിടികൂടിയത്. നെടുങ്കണ്ടം പാറത്തോട് സ്വദേശികളാണ് അറസ്റ്റിലായത്. പാറത്തോട് സ്വദേശികളായ തോട്ടിപ്പറമ്പിൽ തുകേത്, ബാലാജി ഹൌസിൽ കുമാർ എന്നിവരെയാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. കട്ടപ്പന നെടുങ്കണ്ടം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ സഞ്ചരിക്കുകയായിരുന്നു പ്രതികൾ. മുണ്ടിയേരിമയിൽ വെച്ചാണ് എക്സൈസ് സംഘം ബസ്സിൽ നിന്ന് ഇരുവരെയും പിടികൂടിയത്. അറസ്റ്റിലായ തുകേത് മുൻപും സമാന കേസുകളിൽ പിടിയിലായിട്ടുണ്ട്. തോട്ടം മേഖലയിലടക്കം ചില്ലറ വിൽപ്പന നടത്തുന്നതിനായാണ് ഇവർ കഞ്ചാവ് കടത്തിയതെന്നാണ് സൂചന. കഞ്ചാവ് എത്തിച്ചു നൽകിയ സംഘത്തെ സംബന്ധിച്ചും അന്വേഷണം നടത്തിവരികയാണ്. പ്രതികളെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി.
ന്യൂസ് 18 ഇടുക്കി. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടി സുനി ജയിലിൽ മാത്രമല്ല ഇപ്പോൾ ജയിലിന് പുറത്തും വാർത്ത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയിലിലെ സുനിയുടെ ഫോൺ ഉപയോഗവും ലഹരി ഉപയോഗവും അടക്കം ചർച്ചയായപ്പോൾ ആഭ്യന്തര വകുപ്പിന് പലപ്പോഴും ഉത്തരം മുട്ടുന്ന സാഹചര്യമുണ്ടായി. മാഹി ഇരട്ടക്കൊലക്കേസിൽ വിചാരണയ്ക്കായി ഹാജരാക്കുന്നതിനിടെയാണ് സുനി പോലീസ് സാന്നിധ്യത്തിൽ പരസ്യമായി മദ്യപിച്ചത്. പോലീസ് ഒത്താശയോടുകൂടിയുള്ള സുനിയുടെ മദ്യപാനത്തിനെതിരെ DGPക്ക് പരാതി ലഭിച്ചതോടെ ഒടുവിൽ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ജയിലിൽ കഴിയുമ്പോഴും കൊടിസുനിയുടെയും കൂട്ടരുടെയും ലഹരി ഉപയോഗമടക്കമുള്ളത് ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. പോലീസിനെ പലപ്പോഴും പ്രതിക്കൂട്ടിലാക്കുന്ന ചെയ്തികളും കൊടിസുനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഇപ്പോൾ പരസ്യ മദ്യപാനത്തിന്റെ പേരിലാണ് സുനിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൊടിസുനിയും സുഹൃത്തുക്കളും ജൂൺ 17 മാഹി ഇരട്ടക്കൊലക്കേസിൽ വിചാരണയ്ക്ക് ഹാജരായപ്പോൾ പോലീസ് ഒത്താശയോടെ കോടതിക്ക് മുൻപിലെ ഹോട്ടലിന് പുറത്തുവെച്ചാണ് മദ്യപിച്ചത്. കൊടിസുനിക്ക് പുറമെ മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അബ്കാരി നിയമപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കൊടിസുനിയുടെയും കൂട്ടരുടെയും മദ്യപാന വാർത്ത പുറത്തു വന്നതോടെ കണ്ണൂർ AR ക്യാമ്പിലെ 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. സുനിക്കും കൂട്ടുകാർക്കും മദ്യപിക്കാൻ അവസരമൊരുക്കി നൽകി എന്നതാണ് പോലീസുകാർക്കെതിരെയുള്ള കുറ്റം. കൊടിസുനിയും കൂട്ടുകാരും കോടതി പരിസരത്ത് ഇതിനു മുൻപും മദ്യപിച്ചിട്ടുള്ളതായി പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. സുനിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് യുവജന സംഘടനകൾ നൽകിയ പരാതി തുടർന്നാണ് ഇപ്പോഴത്തെ നടപടി. ന്യൂസ് 18 കണ്ണൂർ. രാജ്യത്തെ ഞെട്ടിച്ച അതിക്രൂരമായ ഒരു കൊലപാതക വാർത്തയിലേക്കാണ് ഇനി പോലീസ് പെട്രോൾ പോകുന്നത്. ഡൽഹിയിൽ യുവതിയെയും 2 മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ഒളിവിൽ പോയി. കരാവർ നഗറിലാണ് സംഭവം. 28-കാരിയായ ജയശ്രീയും അവരുടെ 7ഉം 5ഉം വയസ്സുള്ള പെൺമക്കളുമാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഭർത്താവ് പ്രദീപിനെ പോലീസിന് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കരാവൽ പ്രദേശത്ത് രാത്രിയോടെയായിരുന്നു ഡൽഹിയെ ഞെട്ടിച്ച അതിക്രൂര കൊലപാതകങ്ങൾ നടന്നത്. ജയശ്രീയും ഭർത്താവ് പ്രദീപും തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നതായും ഇതാകാം കൊലപാതകത്തിന് ഇടയാക്കിയതെന്നുമാണ് പോലീസിന്റെ സംശയം. പുലർച്ചെ അയൽവാസികളാണ് മൃതദേഹങ്ങൾ കണ്ട് പോലീസിനെ വിവരമറിയിച്ചത്. വാതിൽ തുറന്നപ്പോൾ അമ്മയും കുട്ടികളും കട്ടിലിൽ മരിച്ചു കിടക്കുന്നത് കണ്ടുവെന്ന് അയൽവാസി പറയുന്നു. ജയശ്രീ, മക്കളായ അൻഷിക, നീതു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സംഭവശേഷം ഒളിവിൽ പോയ പ്രദീപിനായി പോലീസ് തെരച്ചിൽ വ്യാപകമാക്കിയിട്ടുണ്ടെങ്കിലും ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഫോറൻസിക് സംഘം സംഭവസ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു. കൊലപാതക ശേഷം പ്രതി ഡൽഹിക്ക് പുറത്തേക്ക് രക്ഷപ്പെട്ടതായാണ് സൂചന. മൃതദേഹങ്ങൾ തുടർ നടപടികൾക്കായി GTB ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് 18 ഡൽഹി. ധർമ്മസ്ഥലയിൽ നിന്ന് ഒരുപാട് നിർണായക വിവരങ്ങളാണ് പുറത്തു വരാനുള്ളത്. അതുപോലെ ചേർത്തലയിലെ സൈക്കോ സെബാസ്റ്റ്യന്റെ ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും ആ വാർത്തകൾ പ്രതീക്ഷിക്കുകയാണ് പോലീസ് പെട്രോൾ ഇനിയുള്ള ദിവസങ്ങളിൽ. പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.